കടുത്ത സാമ്പത്തിക പരിമിതികൾക്കിടയിലും ജനങ്ങൾക്കുമേൽ 1 രൂപയുടെ പോലും അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെ വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ വലിയ വെല്ലുവിളികൾ നേരിടുകയാണെന്ന് വ്യക്തമാക്കുന്ന ധവളപത്രം പുറത്തുവിട്ടുകൊണ്ടാണ് ബജറ്റ് പ്രഖ്യാപനങ്ങൾ നടത്തിയത്. 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി രൂപയുടെ കുറവുണ്ടെന്നും മുൻപൊരു ഗവൺമെന്റും നേരിടാത്ത വിധത്തിലുള്ള ധനപരമായ പ്രയാസങ്ങളിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നതെന്നും മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ വി.ഡി. സതീശൻ നിയമസഭയിൽ പറഞ്ഞു. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുക, നിക്ഷേപങ്ങൾ ആകർഷിക്കുക, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് ഖജനാവ് നിറയ്ക്കുക എന്നിവയാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് സാധാരണക്കാരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് നിർത്തുന്ന നീതിപൂർവകമായ വിതരണമാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത്. ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ ഇവയാണ്. സാധാരണക്കാർക്കായി 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ചതോടെ കർഷകർക്കും ആശ്വാസം. വിദ്യാഭ്യാസ രംഗത്ത് വൻ വിപ്ലവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വിദേശങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്ക് തടയുവാൻ കേരള നോളജ് വാലി, ലെഗസി സർവകലാശാലകൾ, ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്നിവ സ്ഥാപിക്കും. കേരളത്തെ ഒരു വലിയ തുറമുഖ നഗരമാക്കുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ള മിഷൻ സമുദ്ര പദ്ധതിയാണ് മറ്റൊരു പ്രധാന പദ്ധതി. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള ലൈറ്റ് മെട്രോയും പ്രഖ്യാപനത്തിലുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി കുറച്ചതും സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകളുടെ ത്രൈമാസ നികുതിയിൽ വലിയ ഇളവ് പ്രഖ്യാപിച്ചതും ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. അതോടൊപ്പം സാധാരണക്കാർക്കായി വൺ കേരള കരുതൽ മിഷൻ, എൻഡോസൾഫാൻ ദുരിതബാധിതരെയും സർക്കാർ പൂർണ്ണമായി ഏറ്റെടുക്കും. മത്സ്യബന്ധന മേഖലയ്ക്ക് 400 കോടി രൂപയും നീക്കിവച്ചിട്ടുണ്ട്. വ്യവസായങ്ങൾക്കായി ഭൂപരിഷ്കരണം 2 ലാൻഡ് ബാങ്ക് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതിയ സർക്കാരിന്റെ പുതിയുഗ യാത്രയാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര സംഭാവനകൾ നൽകിയ വിശുദ്ധ ചാവറയച്ചന്റെ സ്മരണയ്ക്കായി 1 കോടി രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്രഷറി വകുപ്പിന് 20 കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവച്ചിട്ടുള്ളത്. വി.ഡി. സതീശൻ സർക്കാരിന്റെ 2026 ബജറ്റ് കേവലമൊരു ജനപ്രിയ പ്രഖ്യാപന രേഖയല്ല, മറിച്ച് കടുത്ത സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെ ദീർഘവീക്ഷണത്തോടെ നേരിടുവാൻ ശ്രമിക്കുന്ന ഒരു പ്രായോഗിക ബജറ്റായിട്ട് വേണം വിലയിരുത്തുവാൻ. 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സാധാരണക്കാരുടെ ചികിത്സാ ചെലവുകൾക്ക് വലിയൊരു ആശ്വാസമാകും. കേരളത്തെ ഒരു ഹെൽത്ത് ടൂറിസം ഹബ്ബാക്കി മാറ്റുവാനുള്ള ദീർഘവീക്ഷണവും ഇതിനു പിന്നിലുണ്ട്. എൻഡോസൾഫാൻ ബാധിതരെ ഏറ്റെടുക്കുവാനുള്ള തീരുമാനം ഗവൺമെന്റിന്റെ മാനുഷിക മുഖം വ്യക്തമാക്കുന്നതാണ്. റബ്ബർ വില 250 രൂപയാക്കി ഉയർത്തിയത് പ്രതിസന്ധിയിലായ ലക്ഷക്കണക്കിന് കർഷകർക്ക് കച്ചിത്തുരുമ്പാകും. നഷ്ടത്തിലായ സ്വകാര്യ ടൂറിസ്റ്റ് ബസ് മേഖലയ്ക്ക് നികുതി ഇളവ് നൽകിയത് സാധാരണക്കാരുടെ പൊതുഗതാഗത സൗകര്യം നിലനിർത്തുവാൻ സഹായിക്കും. കേരളത്തിലെ യുവാക്കൾ ഉന്നത പഠനത്തിനായി കൂട്ടത്തോടെ വിദേശത്തേക്ക് പോകുന്നത് സംസ്ഥാനം നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. ഇതിനെ തടയുവാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നോളജ് വാലിയും ലെഗസി സർവകലാശാലകളും വിഭാവനം ചെയ്തത് ശരിയായ ദിശയിലുള്ള ചുവടുവെപ്പാണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി കുറച്ചതുവഴി പരിസ്ഥിതി സൗഹൃദ ഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. മിഷൻ സമുദ്ര, ലൈറ്റ് മെട്രോ എന്നിവ വഴി ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്ലാൻ ഫണ്ടിൽ 20,500 കോടി രൂപയുടെ ഭീമമായ കുറവുണ്ടെന്ന് ബജറ്റ് തന്നെ സമ്മതിക്കുന്നു. ജനങ്ങൾക്കുമേൽ നികുതി ചുമത്തിയിട്ടില്ല എന്നത് രാഷ്ട്രീയമായി നല്ലതാണെങ്കിലും ഈ വലിയ പദ്ധതികൾക്കെല്ലാം എവിടെ നിന്ന് പണം കണ്ടെത്തുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കേരളത്തിൽ പ്രായമായവരുടെ എണ്ണം കൂടുന്നതിനെക്കുറിച്ച് പഠനം നടത്തുമെന്ന് ബജറ്റിൽ പറയുന്നുണ്ട്. എന്നാൽ ഇവർക്കായുള്ള പെൻഷൻ, മെഡിക്കൽ ചെലവുകൾ എന്നിവ ഭാവിയിൽ ഖജനാവിന് വലിയൊരു ബാധ്യതയായി മാറും. അതേസമയം ഇതിനെ പെട്ടെന്ന് മറികടക്കുവാനുള്ള ഹ്രസ്വകാല പദ്ധതികൾ ബജറ്റിൽ കുറവാണ്. വി.ഡി. സതീശൻ സർക്കാരിന്റെ 2026 ബജറ്റ് വളരെ നല്ലൊരു തുടക്കമാണ്. കടുത്ത ധനപ്രതിസന്ധികൾക്കിടയിലും നികുതി കൂട്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ വികസനവും സാമൂഹിക സുരക്ഷയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ ബജറ്റിന് സാധിച്ചിട്ടുണ്ട്. വൻകിട പ്രഖ്യാപനങ്ങൾ വെറും കടലാസ് പദ്ധതികളായി ഒതുങ്ങാതെ സമയബന്ധിതമായി നിക്ഷേപങ്ങൾ ആകർഷിച്ച് നടപ്പിലാക്കുവാൻ കഴിഞ്ഞാൽ ഈ ബജറ്റ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഒരു പുതിയ യുഗത്തിലേക്ക് നയിക്കുമെന്നതിൽ സംശയമില്ല.